കോഴിക്കോട് മായനാട് സ്വദേശിയ യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. 20-കാരനായ സൂരജാണ് കൊല്ലപ്പെട്ടത്. 3 പ്രതികൾ കസ്റ്റഡിയിലുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് ഇപ്പോൾ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ അയച്ചിരുന്നു. അഭിജിത്ത്, എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ? എന്തൊക്കെയാണ് വിവരങ്ങൾ അഭിജിത്ത്? ഉന്മേഷ്, ഈ പ്രദേശത്തുള്ള തിരുത്തിയാട് എന്ന ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു. അവിടെ വെച്ചുണ്ടായ സംഘർഷമാണ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. 2 വിഭാഗങ്ങളായി അവിടെ ഒരു അടിപിടി ഉണ്ടായിരുന്നു, ചെറിയ സംഘർഷം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഈ സൂരജ് എന്ന 20 വയസ്സുകാരന് ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിലവിലിപ്പോൾ 3 പേർ ചേവായൂർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് സൂചന. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. ഇനിയിപ്പോൾ മറ്റേതെങ്കിലും മുൻവൈരാഗ്യമാണോ ഇത്ര ക്രൂരമായി ഈ സൂരജിനെ മർദ്ദിക്കാൻ ഇടയായത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇന്നലെ രാത്രി ഏതാണ്ട് 11:30 മണിയോടടുപ്പിച്ചാണ് ഈ സംഭവം ഉണ്ടായത്. ഈ അമ്പലത്തിന് സമീപം, ഉത്സവം നടക്കുന്ന അമ്പലത്തിന് സമീപത്ത് വെച്ച് 2 വിഭാഗങ്ങളായി ഈ അടിപിടി നടക്കുകയാണ്. അതിനുശേഷം സൂരജിന് ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ തന്നെ സൂരജിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ മരണം സംഭവിക്കുകയാണ്. ഏതായാലും 15ഓളം പേർക്കെതിരെ ചേവായൂർ പോലീസ് നിലവിൽ കേസ് എടുത്തിട്ടുണ്ട്. അതിൽ 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രി നടന്ന സംഭവ വികാസങ്ങളാണ്. ഉത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായ സംഘർഷമാണ്. ഇതിലിപ്പോൾ 3 പേർ ചേവായൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട്. കോഴിക്കോട് മായനാട് സ്വദേശിയ യുവാവിനെയാണ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. 20-കാരനായ സൂരജാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് അഭിജിത്ത് മുഴക്കുന്ന് അറിയിക്കുന്നത്.